പാലക്കാട് ജില്ലയിലെ സ്ഫോടനങ്ങൾ അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കും. മൂത്താന്തറ വ്യാസ വിദ്യാപീഠം സ്കൂളിന് സമീപമുണ്ടായ സ്ഫോടനം പുതുനഗരത്തെ വീട്ടിലെ സ്ഫോടനവുമുണ്ടായ പശ്ചാത്തലത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാൻ തീരുമാനിച്ചത്. പന്നിപ്പടക്കം ഉപയോഗിക്കുന്നുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വനം വകുപ്പും അന്വേഷണം നടത്തും. പാലക്കാട് നോർത്ത് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മൂത്താന്തറ വ്യാസ വിദ്യാപീഠം സ്കൂളിൽ നിന്നും സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയിരുന്നു. സ്കൂളിന് സമീപത്ത് സ്ഫോടനമുണ്ടായി 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. BJP പ്രവർത്തകനായ സുരേഷിന്റെ പൊടിപ്പാറയിലെ വീട്ടിൽ നിന്നും ഉഗ്രശേഷിയുള്ള സ്ഫോടക വസ്തുക്കളും കണ്ടെത്തി. പുതുനഗരത്തെ വീട്ടിലും സ്ഫോടനമുണ്ടായി. ഷെരീഫ് എന്ന വ്യക്തിക്ക് ഗുരുതരമായി പരിക്കേറ്റ് ഇപ്പോഴും ചികിത്സയിലാണ്. സ്ഫോടനങ്ങൾ തുടർക്കഥയാകുന്ന പശ്ചാത്തലത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാൻ തീരുമാനിച്ചത്. ഡിവൈഎസ്പിയിൽ കുറയാത്ത റാങ്കുള്ള ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം പ്രവർത്തിക്കുക. കോയമ്പത്തൂരിൽ കഴിഞ്ഞ മാസം 26-ന് ജലാറ്റിൻ സ്റ്റിക്ക് പിടികൂടിയിരുന്നു. കേരളത്തിലേക്ക് കടത്തുന്ന സ്ഫോടക വസ്തുക്കളാണ് പിടികൂടിയത്. ഇതിന്റെ വിവരങ്ങളും അന്വേഷണ സംഘം ശേഖരിക്കും. ക്വാറികളിലേക്ക് സ്ഫോടക വസ്തുക്കൾ എത്തുന്നതും സംഘം പരിശോധിക്കും. നിലവിൽ കേസന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർ കൂടാതെ ഡോഗ് സ്ക്വാഡ്, ബോംബ് സ്ക്വാഡ്, എക്സ്പ്ലോസീവ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരും പ്രത്യേക സംഘത്തിലുണ്ടാകും. പുതുനഗരത്തെ വീട്ടിൽ പൊട്ടിത്തെറിച്ചത് പന്നിപ്പടക്കമാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. മൃഗവേട്ടയ്ക്കായാണോ പന്നിപ്പടക്കം നിർമ്മിച്ചതെന്ന് വനം വകുപ്പും അന്വേഷിക്കും. മീഡിയ 1 പാലക്കാട്.